അനധികൃതമായി നുഴഞ്ഞുകയറി ബംഗ്ലാദേശികൾ കൈയടക്കി വെച്ചിരുന്ന 2000-ഓളം വരുന്ന ഏക്കർ ഭൂമി തിരികെ പിടിച്ച് ആസാം സർക്കാർ. ഇവർക്കെതിരെ ബുൾഡോസർ നടപടി സ്വീകരിച്ചു. വൈദ്യുതി വിച്ഛേദിച്ചുകൊണ്ടും ജലവിതരണം കട്ട് ചെയ്തതിനു ശേഷമായിരുന്നു ഒഴിപ്പിക്കൽ നടപടി സ്വീകരിച്ചത്. അതേപോലെ തന്നെ മച്ചൂലി, ദ്രുബുഹണ്ട്, മറ്റ് ജില്ലകളിൽ നിന്നുള്ള ലിങ്കിപ്പൂർ എന്നീ തുടങ്ങിയ ജില്ലകളിൽ നിന്നായിരുന്നു വൻതോതിലുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചിരിക്കുന്നത്. വൈഷ്ണവ മഠങ്ങളുടെ ഭൂമിയും ബംഗ്ലാദേശികൾ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇതും ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായി തന്നെ ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നു. ഇതിനു മുൻപും ആസാം സർക്കാർ അനധികൃതമായി കുടിയേറിയവർക്കെതിരെ തന്നെ വലിയ രീതിയിൽ തന്നെ ബുൾഡോസർ നടപടി സ്വീകരിച്ചിരുന്നു. മാത്രമല്ല ഏക്കർ കണക്കിന് ഭൂമി പിടിച്ചെടുക്കുകയും ചെയ്തതാണ്. ജൂലൈ 8-നാകട്ടെ ആസാം സർക്കാർ ധുബ്രി ജില്ലയിൽ നിന്ന് ബംഗാളി മുസ്ലിങ്ങൾ കൈയേറിയ 1550-ഓളം ഏക്കറിലധികം വരുന്ന സർക്കാർ ഭൂമി ഒഴിപ്പിക്കുന്നതിനായി തന്നെ മെഗാ കുടിയൊഴിപ്പിക്കൽ ഡ്രൈവ് നടത്തിയിരുന്നു. ഏകദേശം 1400 കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചുകൊണ്ട് ജില്ലയിലെ 3 ഇടങ്ങളിലായി തന്നെ കുടിയൊഴിപ്പിക്കൽ നടപടി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഈ കുടിയൊഴിപ്പിക്കലുകൾ വർഗീയമല്ല എന്നും മറിച്ച് സർക്കാരിന്റെയും വനഭൂമിയുടെയും നിയമവിരുദ്ധമായ അധിനിവേശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള ശ്രമമാണിതെന്നും മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വ ശർമ്മ വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതേസമയം അനധികൃത കയ്യേറ്റം ചെയ്ത വീടുകൾ നിർമ്മിച്ച ഭൂമി ഒഴിപ്പിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഏകദേശം 100 കുടുംബങ്ങൾക്ക് മുൻകൂർ നോട്ടീസ് നൽകിയിരുന്നു.